KPCC വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് റിപ്പോർട്ടർ ടിവിക്കൊപ്പം ചേരുന്നു. ഈ സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിക്കുകയാണ്. മന്ത്രിസഭ അംഗീകാരം നൽകി സബ്സിഡി വെട്ടിക്കുറക്കാൻ. എങ്ങനെയാണ് ഇതിനെ കോൺഗ്രസ് കാണുന്നത്? 2016 പ്രകടന പത്രികയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു കാരണവശാലും കേരളത്തിൽ വിലവർധനവുണ്ടാവില്ല, അവശ്യസാധന വില നിലവാരം വില കൂടാതെ ക്രമീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അതിലേറ്റവും പ്രാധാന്യമായി എടുത്തു പറഞ്ഞ ഒന്ന്, സപ്ലൈകോ വഴി വിൽക്കുന്നതായിട്ടുള്ള 13 അവശ്യ സാധനങ്ങൾ സബ്സിഡി കൊടുത്ത് വില വർദ്ധിപ്പിക്കാതെ കാത്തുസൂക്ഷിക്കും എന്നുള്ളതായിരുന്നു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു ഗൗരവമായ വിഷയം, ഈ 13 സാധനങ്ങളുടെയും വില വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ആ വലിയ രീതിയിലുള്ള വർധനവ് ആ സാധനങ്ങളുടെ വിലവർധനവിന് മാത്രമല്ല, പൊതുമാർക്കറ്റിൽ വിലവർധനവിൻ്റെ ട്രെൻഡ് നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ സർക്കാർ വില വർദ്ധിപ്പിക്കാൻ കൂടി തീരുമാനിച്ചിരിക്കുന്നത്. അത് മുഴുവൻ സാധനങ്ങളുടെയും വില വർദ്ധിപ്പിക്കാൻ ഇടവരും. കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് ഇത് കടന്നുപോകും. സർക്കാരിൻ്റെ ഗ്യാരണ്ടി, ജനങ്ങളോട് കൊടുത്ത ഗ്യാരണ്ടി, മോഡി ഗ്യാരണ്ടി പോലെ തന്നെ വളരെയധികം ഒരു യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാതെ മുഴുവൻ തകർന്ന് തരിപ്പണമാകുന്ന ദയനീയമായിട്ടുള്ള ചിത്രമാണ് ഇവിടെ വ്യക്തമായിട്ടുള്ളത്. ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് അതിപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചിരുന്നു, സപ്ലൈകോയുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ചോദ്യം. ഇവർ ഒന്ന് അലോക്കേറ്റ് ചെയ്യുന്ന തുക വളരെ പരിമിതം, അതിനേക്കാൾ വലിയ തുക ചെലവഴിച്ചു, പിന്നെ അലോക്കേഷനും ഇല്ല, ചെലവഴിക്കലുമില്ല. ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ്. ടെൻഡറിൽ കരാറുകാർ പങ്കെടുക്കുന്നില്ല, പണം ലഭ്യമാകാത്ത സാഹചര്യം. സത്യത്തിൽ സപ്ലൈകോ എന്ന് പറയുന്ന സംവിധാനം മാർക്കറ്റിൽ വിലവർധനവ് തടയാനുള്ള, ഇടപെടാനുള്ള സർക്കാരിൻ്റെ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. സംഭവിച്ചിരിക്കുന്നത്, മാർക്കറ്റിൽ വിലവർദ്ധിപ്പിക്കാനുള്ള ഉപകരണമായി സപ്ലൈകോ മാറി എന്നുള്ളതാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് സമ്മാനം എന്നുള്ളത്. കോൺഗ്രസ് ഇതിനെതിരെ പ്രക്ഷോഭത്തിലേക്ക് കടക്കാൻ ആലോചിക്കുന്നുണ്ടോ? കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും പ്രതിഷേധമുണ്ടാകും, ജില്ലകളിൽ പ്രതിഷേധമുണ്ടാകും, വീടുകളിൽ പ്രതിഷേധമുണ്ടാകും. അതിശക്തമായിട്ടുള്ള പ്രതിഷേധത്തിന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കും. കോൺഗ്രസ് ഈ വിഷയത്തിൽ സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെയുള്ള പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്നാണ് KPCC വർക്കിംഗ് പ്രസിഡന്റ് കൂടെ സിദ്ദിഖ് പറയുന്നത്.